ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കിയ ഒരു തീരുമാനം കേരള ഗവൺമെൻറ് നടപ്പിലാക്കാതെ എങ്ങനെ ഇരിക്കും എന്ന് ചോദിക്കുന്നത് ബി ജെ പിയുടെ പ്രസ്താവന കടമെടുത്തുകൊണ്ട് UDF രംഗത്ത് വന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പൗരത്വ വിഷയത്തിൽ BJPക്ക് അനുകൂല നിലപാടാണ് കോൺഗ്രസ് കേരളത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ നിലപാടെന്ത് ചോദ്യത്തിന് അദ്ദേഹം കൊടുത്ത മറുപടി നമ്മൾ കണ്ടതാണ്. നിങ്ങൾ വർഗീയമായി സംസാരിക്കരുത്. അപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തെ വർഗീയമായി കാണുന്ന ഒരു സാഹചര്യമാണ് ഉണ്ണിത്താൻ്റെ പ്രസ്താവനയിലൂടെ, ഉണ്ണിത്താൻ്റെ പത്രക്കാരുള്ള മറുപടിയോടുകൂടി നമുക്ക് കാണാൻ സാധിച്ചത്. തീർച്ചയായിട്ടും ഒരു ഐമാക്സ് ലൈറ്റിൽ അത് ചെറിയൊരു കാര്യമാണ്. പക്ഷെ അതൊരു MP ചെയ്തു എന്ന് പറഞ്ഞ് ഫോട്ടോ വെക്കുമ്പോൾ ഉണ്ണിത്താൻ MP എന്ന് പറഞ്ഞ് ഞാൻ ഇത്ര വികസന പ്രവർത്തനം കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ ഫോട്ടോ വേറെ കാണുന്നില്ല. ഈ ഐമാക്സ് ലൈറ്റിൻ്റെ അടിയിലല്ലാതെ അയാളെ ഫോട്ടോ വേറെ നമ്മൾ കാണുന്നില്ല. ജാതിയുടെയും മതത്തിൻ്റെ പേരിൽ പൗരത്വം നൽകുക എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയില്ല. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ വിരുദ്ധമായിട്ടുള്ള തീരുമാനങ്ങൾ ഒരിക്കലും നിലനിൽക്കൂല. നമ്മുടെ കൂടെ ഇന്നുള്ളത് കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിൽ 2021 LDF സ്ഥാനാർത്ഥിയായ INL ജില്ലാ സെക്രട്ടറിയും കൂടിയായ കാസർഗോഡ് പ്രമുഖ LDF നേതാവ്, അതുപോലെ തന്നെ കേരള കർഷക ക്ഷേമ നിധി ബോർഡ് ഡയറക്ടറും കൂടിയായ അസീസ് കടപ്പുറമാണ്. അസീസ് കടപ്പുറത്തെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും റംസാൻ മുബാറക്. നമസ്കാരം. കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിൽ അടുത്ത പ്രാവശ്യം താങ്കൾ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിൽ LDFൻ്റെ സ്ഥാനാർത്ഥി ആരാകണമെന്ന് തീരുമാനിക്കേണ്ടത് LDF ആണ്. INLനാണ് ഈ സീറ്റെങ്കിൽ ആര് മത്സരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ആ സമയത്ത് INL ആണ്. അത് പാർട്ടിയാണ് ആ കാര്യത്തിൽ തീരുമാനിക്കുന്നത്. വ്യക്തിപരമായ അഭിപ്രായം എനിക്ക് ആ കാര്യത്തിലില്ല. 2011 മാത്രമാണ് ഞാൻ LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്. അന്ന് INL ആദ്യം എന്നെ നെല്ലിക്കുന്നു ഞങ്ങളൊക്കെ ഒന്നിച്ചിരുന്ന ഒരു സമയത്തിനപ്പുറം എന്നെ നെല്ലിക്കുന്നും ആളുകളൊക്കെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ഒരു ലയനം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയൊരു സാഹചര്യമാണ് അന്നുണ്ടായത്. ആ സമയത്ത് പാർട്ടിയെ പിടിച്ചു നിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി കാസർഗോഡ് അസംബ്ലി മണ്ഡലത്തിൽ ഒരു മാറ്റം വേണം എന്ന് പ്രഖ്യാപനമായിട്ടാണ് അന്ന് ഞങ്ങൾ LDFൻ്റെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിച്ചത്. കാസർഗോഡ് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും കുത്തകയല്ല. പക്ഷേ ഇവിടെ ജനങ്ങളെ അവസാന വട്ടത്തിൽ തിരിത്തിരിക്കപ്പെടുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വികസനം ചർച്ച ചെയ്താൽ LDF ഇവിടെ വിജയിക്കും. ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് വർഗീയമാണ്, വർഗീയ ധ്രുവീകരണമാണ് ഇവിടെ BJP മുസ്ലിം ലീഗും അവസാന ഘട്ടത്തിൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടെ വിജയിച്ച് കയറാൻ സാധിക്കുന്നുണ്ട്. കേരളത്തിലാകെ PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ, ചെർക്കള അബ്ദുല്ല സാഹിബ് അപ്പുറത്ത് മഞ്ചേശ്വരത്ത് തോറ്റ സാഹചര്യം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അത്തരമൊരു സാഹചര്യം വിലയിരുത്തുമ്പോൾ കാസർഗോഡും അട്ടിമറി വിജയം ഞങ്ങൾക്കുണ്ടാകുമെന്ന് പറയുന്നതിൽ തെറ്റില്ല. എന്നെ നെല്ലിക്കുന്നിൻ്റെ വികസന കാര്യങ്ങളെക്കുറിച്ച് അസീസിക്ക വിലയിരുത്തിയ കാര്യങ്ങൾ എന്തൊക്കെ? എന്നെ നെല്ലിക്കുന്ന ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യവും കാസർഗോഡിനെ പ്രതികരിച്ചുകൊണ്ട് മത്സരിച്ച് MLA ആയിരിക്കുകയാണ്. UDFൻ്റെ ഭരണപക്ഷത്തുണ്ടാകുമ്പോൾ എന്നെ നെല്ലിക്കുന്ന MLA ആയിരുന്നു. LDF ഭരിക്കുന്ന സാഹചര്യത്തിലും എന്നെ നെല്ലിക്കുന്ന MLA ആയിരുന്നു. നിങ്ങൾ MLAയോട് തന്നെ ചോദിക്കണം ഏത് ഭരണത്തിലാണ് കൂടുതൽ വികസന പ്രവർത്തനം കാസർഗോഡ് നടത്താൻ സാധിച്ചത് എന്നുള്ളത്. MLAയോട് തന്നെ നിങ്ങൾ ചോദിച്ചറിയാവണം. എൻ്റെ അറിവിൽ കഴിഞ്ഞ UDFൻ്റെ ഭരണകാലത്ത് കാസർഗോഡിന് വേണ്ടി ഒന്നും ചെയ്യാൻ MLAക്ക് സാധിച്ചിട്ടില്ല, UDFനും സാധിച്ചിട്ടില്ല. പക്ഷേ LDFൻ്റെ ഭരണകാലത്ത് കാസർഗോഡ് ഒട്ടുമിക്ക പദ്ധതികൾ ഈ ഗവൺമെൻറ് നടപ്പിലാക്കി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു വിഹിതം കാസർഗോഡ് മണ്ഡലത്തിലുണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ നിലയ്ക്കുന്ന എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് LDFൻ്റെ ഭരണത്തിലാണ് എന്ന വിലയിരുത്തലാണ് എനിക്കിതുമായി ബന്ധപ്പെട്ടുള്ളത്. പിന്നെ ഒരു കാര്യം, നമ്മളെ മെഡിക്കൽ കോളേജിൻ്റെ വിഷയം അത് പറയാതെ പോകുന്നത് ശരിയല്ല. അതിനെക്കുറിച്ചിട്ട് എന്താ? മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാവുമോ? ഇപ്പോൾ LDFൻ്റെ ഭരണമാണല്ലോ നിലവിലുള്ളത്. അതിനെക്കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. LDF ഗവൺമെൻറ് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും ആ കാര്യത്തിൽ കേരള സർക്കാരിന് കഴിയുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ കാസർഗോഡ് വന്ന് ആ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളോട് എല്ലാവരോടും സംസാരിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് കാസർഗോഡ് മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും.
പിന്നെ അസീസിക്ക INL വലിയ നേതാവാണ്. അപ്പോൾ INL പാർട്ടിയും സേട്ടു സാഹിബിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായ കാര്യങ്ങൾ ജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? INL എന്ന് പറയുന്ന ഒരു ആദർശ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. 992 ബാബരി മസ്ജിദിൻ്റെ തകർച്ച എന്നുള്ളത് ലോകത്താകെ ഞെട്ടിച്ച സംഭവമാണ്. ഇന്ത്യയിലെ ദുരന്തങ്ങളിലൊന്നാണ് ബാബരി മസ്ജിദിൻ്റെ തകർച്ച. ബാബരി മസ്ജിദിൻ്റെ തകർച്ചയോടുകൂടി ഇന്ത്യയിലെ ഭരണഘടനയുടെ തകർച്ചയാണ് ഉണ്ടായത്. അന്ന് അത് തെറ്റാണ് എന്ന് ഭരണപക്ഷത്തുണ്ടായിരുന്ന മുസ്ലിം ലീഗ് ചൂണ്ടിക്കാണിച്ചു. മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സേട്ടു സാഹിബ് അന്ന് ചൂണ്ടിക്കാണിച്ചു. സേട്ടു സാഹിബിൻ്റെ നിലപാട് ശരിയെന്ന് അന്ന് ലോകം അംഗീകരിച്ചു, എല്ലാവരും അംഗീകരിച്ചു. അതിൻ്റെ പേരിൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി എടുത്ത നിലപാട് എന്ത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. മുസ്ലിം ലീഗിൻ്റെ നിലപാട് എന്ത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആ നിലപാടിനോട് വിയോജിപ്പ് കേൾപ്പിച്ചുകൊണ്ട് സേട്ടു സാഹിബ് മുസ്ലിം ലീഗിൻ്റെ സിംഹാസനത്തിൽ നിന്ന്, മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും വലിയ പദവിയാണ് സേട്ടു സാഹിബിനുണ്ടായത്, അഖിലേന്ത്യാ പ്രസിഡന്റ് എന്നുള്ളത്. ആ അഖിലേന്ത്യാ പ്രസിഡന്റ് നിന്ന് അദ്ദേഹം ഇറങ്ങി വരികയും അദ്ദേഹം കേരളത്തിലെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ഭരണഘടന, ഇന്ത്യയിലെ ഭരണഘടന ഇവിടെ നിലനിർത്തണമെന്നും ബാബരി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് ഉത്തരവാദി നരസിംഹറാവു കോൺഗ്രസ്സാണ്, കോൺഗ്രസ് RSS സമീപനമാണെന്ന് സ്വീകരിച്ചത്. RSSൻ്റെ പ്രധാനമന്ത്രിയെ പോലെയാണ് അന്ന് പിന്നെ കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയുടെ നിലപാടുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നരസിംഹറാവു ഒരു RSSകാരനെ പോലെയാണ് അന്ന് പെരുമാറിയത്. ഇന്ത്യൻ പാർലമെൻറ്റിനുള്ളിൽ നരസിംഹറാവുവിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് നിങ്ങൾ ഇന്ത്യ രാജ്യത്തെ വഞ്ചിച്ചു, ഇന്ത്യയിലെ ജനങ്ങളെ നിങ്ങൾ വഞ്ചിച്ചു എന്ന് മുഖത്ത് നോക്കി പറഞ്ഞ മഹാനായ നേതാവാണ് സേട്ടു സാഹിബ്. ആ സേട്ടു സാഹിബ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളോടൊപ്പം, ഇന്ത്യയിലെ ഭരണഘടന നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളോടൊപ്പം നിന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ത്യൻ മുസ്ലിം ലീഗിൽ നിന്ന് ഇറങ്ങി വന്ന് ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രൂപം നൽകേണ്ടി വന്നു. INL എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രൂപം നൽകി. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 19 സീറ്റും UDF ജയിച്ചൊരു സാഹചര്യം ഉണ്ടായി. അത് ജയിക്കാനുള്ള കാരണം എന്തെന്നുള്ള എല്ലാവർക്കും അറിയാം. രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കുകയും രാഹുൽ ഗാന്ധി വീണ്ടും പ്രധാനമന്ത്രിയാകും. അത് കേരളത്തിൽ നിന്നുള്ള ഒരു ജനപ്രതിനിധി പ്രധാനമന്ത്രിയാകുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ ചിലപ്പോൾ ആദ്യമായിരിക്കാം. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യം വരുമ്പോൾ എല്ലാവരും വിശ്വാസപൂർവ്വം UDFന് കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കാസർഗോഡ് തോക്കേണ്ടി വന്നു. പക്ഷെ അതിനുശേഷം ഇവർ പാർലമെൻറ്റിൽ പോയി കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിന് വേണ്ടി, ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനമായി UDF മുന്നോട്ട് പോകുമ്പോൾ എല്ലാ ഭരണഘടനാ വിരുദ്ധ ബില്ലുകളും അപ്പൻ ചുട്ട് പൊരിച്ചെടുക്കുന്നത് പോലെ പാസ്സാക്കിയെടുക്കുമ്പോൾ ഒരക്ഷരം പോലും ശബ്ദിക്കാൻ ഈ MP മാർക്ക് സാധിച്ചിട്ടില്ല. മൃദുല ഹിന്ദുത്വ സമീപനമാണ് ഈ MP മാർ സ്വീകരിച്ചത്. ഈ MP ഇവിടെ മത്സരിക്കുന്ന സുധാകരൻ തന്നെ പറയുന്നത് ഞാൻ BJPയിലേക്ക് ഏത് നിമിഷം പോകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ കാസർഗോഡ് MP ഉണ്ണിത്താൻ പറയുന്നത് ഞാൻ വിജയിച്ചത് മുസ്ലിം ലീഗിൻ്റെയോ കോൺഗ്രസിൻ്റെയോ വോട്ട് കൊണ്ടല്ല, ഞാൻ വിജയിച്ചത് BJPയുടെ വോട്ട് കൊണ്ടാണെന്ന് പരസ്യമായിട്ട് ഉണ്ണിത്താൻ പറയുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പാർലമെൻറ്റിലെ അംഗസംഖ്യ കൂടണം എന്നുള്ളത് ജനങ്ങളുടെ ആഗ്രഹമാണ്. നമുക്കറിയാം, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF തൂത്തുവാരി കേരളത്തിൻ്റെ 99 സീറ്റിൻ്റെ പിൻബലത്തോടു കൂടി കേരളത്തിൽ നമുക്കറിയാം, കേരളത്തിൽ UDF വന്ന LDF, LDF വന്ന UDF, അതിന് മാറ്റം വന്ന് ഒരു തുടർ ഭരണം LDF നേടിയത് തന്നെ LDFന് ജനങ്ങളോടുള്ള വിശ്വാസം ഇപ്പോൾ നിലനിൽക്കുകയാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരെ വിപരീതം. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ അസംബ്ലിയുടെ കണക്ക് കൂട്ടുമ്പോൾ 23 സീറ്റ് മാത്രമാണ്, 23 അസംബ്ലി മണ്ഡലങ്ങൾ മാത്രമാണ് LDF മുന്നിട്ടത്. പക്ഷേ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ 99 നിയമസഭാ മണ്ഡലങ്ങളിലും ബഹുഭൂരിപക്ഷത്തോടു കൂടി എല്ലാ പ്രവചനങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട്, എല്ലാ പ്രവചനങ്ങളും ഇപ്പോൾ മനോരമയായാലും ഏത് ചാനലായാലും പ്രവചിച്ചത് UDF അധികാരത്തിൽ വരുമെന്നുള്ളതാണ്. പക്ഷേ ഇവിടെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി LDF അധികാരത്തിൽ വരുന്നൊരു സാഹചര്യമാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ അതുകൊണ്ട് ആ വിശ്വാസം ഞങ്ങൾക്ക് ഇപ്പോഴുണ്ട്. കേരളത്തിലെ 20 ലോകസഭാ മണ്ഡലങ്ങളിലും വളരെ വലിയ പോരാട്ടമാണ് ഞങ്ങൾ നടത്തുന്നത്. ഏറ്റവും പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളെയാണ് മത്സരിപ്പിച്ചിട്ടുള്ളത്. കാസർഗോഡ് CPMൻ്റെ സീനിയർ ലീഡർ, CPMൻ്റെ ജില്ലാ സെക്രട്ടറി, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ കാസർഗോഡ് ജില്ലാ അധ്യക്ഷൻ,
ഒക്കെ ആയി പിന്നെ നിരവധി സമര പോരാട്ടങ്ങൾ നടത്തിയ ധീരനായ ഒരു നേതാവിന്, സീനിയറായിട്ടുള്ള ഒരു നേതാവിനെ തന്നെയാണ് കാസർഗോഡ് ഇപ്രാവശ്യം മത്സരിപ്പിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രചരണം ചീമേനിയിൽ അദ്ദേഹത്തിൻ്റെ പ്രചരണം, കയ്യൂരിൽ നിന്ന് ആരംഭിച്ച അദ്ദേഹത്തിൻ്റെ പ്രചരണമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതുവരെയുള്ള പ്രവർത്തനം വിലയിരുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ ഭൂരിപക്ഷത്തിന് ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഉണ്ണിത്താൻ്റെ സാഹചര്യം എന്ത് എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ഉണ്ണിത്താൻ BJPയുടെ വോട്ട് വാങ്ങിയിട്ടാണ് ജയിച്ചതെന്ന് പറയുന്നുണ്ട്. ഉണ്ണിത്താൻ്റെ നാടകങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ നാടകം ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇതിനൊരു മുഖമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള മുഖം എന്ത് എന്നുള്ളത് മിനിഞ്ഞാന്നത്തെ പത്രസമ്മേളനത്തിൽ നമ്മൾ കണ്ടതാണ്. പത്രസമ്മേളനത്തിൽ പത്രക്കാർ അങ്ങോട്ട് അയാളോട് ചോദിച്ചു, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ നിലപാടെന്ത് എന്നാണ് അവിടെ പത്രക്കാർ ചോദിച്ചത്. അപ്പോൾ ആ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം കൊടുത്ത മറുപടി നമ്മൾ കണ്ടതാണ്. നിങ്ങൾ വർഗീയമായി സംസാരിക്കരുത്. അപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തെ വർഗീയമായി കാണുന്ന ഒരു സാഹചര്യമാണ് ഉണ്ണിത്താൻ്റെ പ്രസ്താവനയിലൂടെ, ഉണ്ണിത്താൻ്റെ ആ പത്രക്കാരുള്ള മറുപടിയോടുകൂടി നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോൾ കാസർഗോട്ടെ ജനങ്ങൾ അദ്ദേഹത്തെ പ്രതികാരം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും വികസന പ്രവർത്തനങ്ങൾ എല്ലാ മേഖലകളിലും നടക്കുന്നുണ്ട്. നടക്കുമ്പോൾ അത് കാലത്തിനൊത്ത് വികസന പ്രവർത്തനം ഉണ്ടാകാറുമുണ്ട്. പക്ഷെ ഇയാൾ അറിയാതെ തന്നെ ഇയാളെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ചിലപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ നടപ്പിൽ വരുന്നുണ്ട്. ഇയാൾക്ക് പോലും അറിയില്ല, അറിയാതെ വരുന്നത്. പക്ഷെ അത് അവസാനമായിട്ട് അയാൾ തിരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് ഇന്നൊക്കെ പ്രവർത്തനം ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് പോലും അദ്ദേഹം അറിയുന്നു. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അറിവിൽ അദ്ദേഹം തന്നെ പറഞ്ഞത്, ഞാൻ ഈ തെരുവിളക്ക്, അതായത് ഐമാക്സ് ലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. ഐമാക്സ് ലൈറ്റിൽ അത് ചെറിയൊരു കാര്യമാണ്. ഒരു തെരുവിളക്ക് എന്ന് പറയുന്നത് ഒരു പഞ്ചായത്ത് ബോർഡോ അല്ലെങ്കിൽ പിന്നെ അതിൽ കൂടിയാലും മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ അതൊരു MP ചെയ്തു എന്ന് പറഞ്ഞ് ഫോട്ടോ വെക്കുമ്പോൾ ഉണ്ണിത്താൻ MP എന്ന് പറഞ്ഞ് ഞാൻ ഇത്ര വികസന പ്രവർത്തനം കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ ഫോട്ടോ വേറെ കാണുന്നില്ല. ഈ ഐമാക്സ് ലൈറ്റിൻ്റെ അടിയിലല്ലാതെ അയാളെ ഫോട്ടോ വേറെ നമ്മൾ കാണുന്നില്ല. പി കരുണാകരൻ MP അറിയാലോ, ആ വ്യക്തി കാസർഗോഡ് ജനങ്ങൾ പല ഭാഗത്തു നിന്ന് ഉയർന്നു വന്നൊരു വിമർശനമുണ്ട്. ആ MP കാസർഗോഡ് ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. ആ കാര്യത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു ലീഡറാണ് അദ്ദേഹം. പാർലമെൻറ്റിൽ എണിച്ചിരിക്കുമ്പോൾ തന്നെ എല്ലാവരും ബഹുമാനത്തോട് കൂടിയിട്ടാണ് കാണുന്നത്. അത്രയ്ക്കും സീനിയറായിട്ടുള്ള ഒരു നേതാവാണ് പി കരുണാകരൻ. അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഓരോന്നാണ് നമ്മൾ വിശദീകരിച്ചതാണ്. ഏറ്റവും ഒടുവിൽ നമ്മൾ കാസർഗോഡ് ഒരു പാസ്പോർട്ട് ഓഫീസ് വേണം എന്നുള്ളത് ജനങ്ങളുടെ ആവശ്യമായിരുന്നു. അന്ന് അദ്ദേഹം നടത്തിയ പ്രവർത്തനം എനിക്കറിയാം. ഞാനുമായി അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ട്, എനിക്ക് അദ്ദേഹവുമായിട്ടും ബന്ധമുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ പാസ്പോർട്ട് ഓഫീസിന് വേണ്ടി ഞങ്ങളുടെ പാർട്ടി വളരെയധികം സ്വാധീനം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചെലുത്തിയിരുന്നു. പാസ്പോർട്ട് ഓഫീസ് ഇവിടെ നിർമ്മിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞ് INL സമരം പോലും നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം ആ പാസ്പോർട്ട് ഓഫീസ് തൽക്കാലത്തേക്ക് പോസ്റ്റ് ഓഫീസിൽ നിർമ്മിക്കാൻ തയ്യാറായി. പാസ്പോർട്ട് ഓഫീസിൻ്റെ പ്രവർത്തനം തൽക്കാലത്തേക്കെങ്കിലും അന്ന് തുടങ്ങി. പക്ഷെ അന്ന് തുടങ്ങിയ പ്രവർത്തനം അദ്ദേഹം പോയി ഉണ്ണിത്താൻ വന്നതിന് ശേഷം ഒരു മേശ പോലും കൂടുതൽ വാങ്ങാൻ ആ പാസ്പോർട്ട് ഓഫീസിൽ സാധിച്ചിട്ടില്ല. ആ പാസ്പോർട്ട് ഓഫീസിൻ്റെ അവസ്ഥ അന്ന് കരുണാകരൻ എങ്ങനെ തുടങ്ങിയത് അതുപോലെ ഇപ്പോഴുണ്ട്. കരുണാകരനെ കുറ്റം പറയുന്നവർ ആദ്യം ഇവരെന്ത് ചെയ്തു എന്നുള്ളതാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ പല മാധ്യമത്തിലും പറയുന്ന ഒരു കാര്യമാണ്, മുമ്പ് MP ഉണ്ടായ പി കരുണാകരൻ MP ഉണ്ടായത് പല ജനങ്ങൾക്കും MP എന്ന ഒരാൾ ഇവിടെ ഉണ്ട് എന്ന് പോലും അറിയില്ല. അങ്ങനത്തെ ഒരു സന്ദർഭം മുമ്പ് ഉണ്ടായിരുന്നു പലതവണ. ഉണ്ണിത്താൻ വിചാരിച്ചത് ഈ കല്യാണത്തിന്, അതുപോലെ തന്നെ ബാക്കി അമ്പലങ്ങളിലെ ഉത്സവത്തിന്, പള്ളികളിലെ പിന്നെ ഉറൂസിനൊക്കെ അറ്റൻഡ് ചെയ്താൽ ഒരു MP എല്ലാമായി എന്ന് കരുതുന്നത് കൊണ്ടാകാം ഉണ്ണിത്താൻ അങ്ങനെ പറഞ്ഞത്. അതല്ലാതെ വികസന പ്രവർത്തനത്തിൽ, അതുപോലെ തന്നെ ഇന്ത്യൻ പാർലമെൻറ്റിൽ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇന്ത്യൻ പാർലമെൻറ്റിൽ ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ പിന്നെ നടത്തുമ്പോൾ ഒക്കെ ഉണ്ണിത്താൻ്റെ ശബ്ദം അവിടെ കേട്ടില്ല. കേരളം അവഗണന നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, കാസർഗോഡ് അവഗണന നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കാസർഗോഡിൻ്റെ അവഗണനയ്ക്കെതിരായിട്ട് അദ്ദേഹം ഒരക്ഷരം പോലും അവിടെ ശബ്ദിച്ചതായി നമുക്ക് കാണാൻ സാധിക്കില്ല. ഒരു പാർലമെൻറ്റ് MP ചുമതല എന്ന് ഉള്ളത് ഏതെങ്കിലും കല്യാണത്തിന് പോവുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഉത്സവത്തിന് പോവുക, ഉറൂസിന് പോവുക, ക്ലബിൽ കയറി കുട്ടികളെ ഒപ്പം ഫോട്ടോ എടുക്കുക എന്നതിനപ്പുറം വികസന കാഴ്ചപ്പാടോടുകൂടി അദ്ദേഹം ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല എന്ന വിലയിരുത്തൽ തന്നെയാണ് കാസർഗോട്ടെ ജനങ്ങൾക്കും ഞങ്ങൾക്കുള്ളത്.
MP ഫണ്ട് മുമ്പ് MP കരുണാകരന് ഉണ്ടായ സമയത്തുള്ള MP ഫണ്ട് അത് ഉപയോഗിച്ചത് ഉണ്ണിത്താനാണെന്നൊരു വിമർശനമുണ്ട്. അതിന്റെ ഫണ്ട് ബാക്കിയുണ്ടായ ഫണ്ട് വരെ ഇപ്പൊ വികസനത്തിന് ഉപയോഗിച്ചു എന്നുള്ളൊരു സംസാരമുണ്ട് നിലവിൽ. അന്നത്തെ കണക്ക് പ്രകാരം എനിക്ക് കണക്കുകൾ ഓർമ്മയില്ല, എന്നാലും MP ഫണ്ട് പൂർണ്ണമായിട്ടും കരുണാകരേട്ടൻ ഉപയോഗിച്ചിരുന്നു, മൊത്തമായിട്ട് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഈ ഉണ്ണിത്താൻ പറയുന്ന കുറച്ച് ഫണ്ടുകൾ ബാക്കി ഉണ്ടായിരുന്നു, ആ ഫണ്ടുകൾ ഞാൻ എടുത്തിട്ട് വികസനത്തിന് ഉണ്ണിത്താൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ണിത്താൻ ഇവിടെ നടക്കുന്ന ഇവിടെ ഉണ്ടായ പാലങ്ങൾ, ഇവിടെ ഉണ്ടായ റോഡുകൾ എല്ലാം ഞാനുണ്ടാക്കിയതെന്ന് പറയുന്ന ഉണ്ണിത്താൻ ഇതിനപ്പുറം പറയും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങൾക്കൊരു വിലയിരുത്തലുണ്ട്. ഏറ്റവും നല്ല പാർലമെന്റിനാണ്, ഏറ്റവും നല്ല പാർലമെന്റ് മെമ്പറാണ് പി കരുണാകരേട്ടൻ. പി കരുണാകരേട്ടൻ ഇന്ത്യയിലെ തന്നെ രാഷ്ട്രീയ മേഖല എടുത്തു നോക്കുമ്പോൾ ഒരു സീനിയർ ലീഡറാണ്. അദ്ദേഹത്തിൻ്റെ ഇടപെടൽ പ്രശംസ അറിയിക്കുന്നതായിരുന്നു. കാസർഗോഡ് പാസ്പോർട്ട് ഓഫീസ് അടക്കമുള്ള കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട്, അതുപോലെ തന്നെ ഇവിടെ തീവണ്ടികൾക്ക് സ്റ്റോപ്പില്ലാതെ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ അവഗണനക്കെതിരായിട്ട് അദ്ദേഹം പാർലമെൻറ്റിൽ നടത്തിയ പോരാട്ടങ്ങളൊക്കെ തന്നെ നമ്മളൊക്കെ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഉണ്ണിത്താൻ്റെ ഇത്തരം പ്രസ്താവനയോട് പിന്നെ അതിനൊരു മറുപടി അറിയിക്കുന്നില്ല. കാരണം അത് ജനങ്ങൾ വിലയിരുത്തട്ടെ എന്നുള്ള കാഴ്ചപ്പാടാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതെ. പിന്നെ CAA-ക്ക് എതിരായ LDF-ഉം ജനങ്ങളും നടത്തുന്ന പ്രക്ഷോഭ പരിപാടികൾ വിജയിക്കുമോ? ഒരു സമരം വിജയിക്കുമോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. ഒരു സമരം വിജയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. 2019 പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ട് പിന്നെ പുറത്തെടുത്തപ്പോൾ അതിനെതിരായിട്ട് ശക്തമായ സമരം നടത്തിയ പ്രസ്ഥാനമാണ് LDF പ്രസ്ഥാനം. ഇന്ത്യയിൽ ആകെ LDF സമര പ്രക്ഷോഭ പരിപാടി നടത്തി. കേരളത്തിൽ മനുഷ്യച്ചങ്ങല നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ നിരവധി സമര പോരാട്ടങ്ങൾ LDF നടത്തി. ഇന്ത്യയിലെ ജനങ്ങൾ ജാതിയും മതവും ഒന്നും നോക്കാതെ, ഇതൊരു മുസ്ലിം ജനവിഭാഗത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, ഇത് ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രശ്നമാണ്. ആ മഞ്ഞിനെയും തണുപ്പിനെയും ചൂടിനെയും ഒന്നും വകവെക്കാതെ, അതായത് ഭൂമിയിൽ പിറന്ന കൊച്ചു കുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെ, സ്ത്രീകൾ പുരുഷന്മാർ വ്യത്യാസമില്ലാതെ വിദ്യാർത്ഥികളടക്കം സമരപോരാട്ടം നടത്തിയത് നമ്മൾ കണ്ടു. ഇന്ത്യയിലെ വലിയ പ്രക്ഷോഭമായിരുന്നു അന്ന് 2019 ശേഷം ഉണ്ടായത്. ആ പ്രക്ഷോഭത്തിന് മുന്നിൽ മോഡിക്ക് തലകുണിക്കേണ്ടി വന്നു. മോഡി തൽക്കാലത്തേക്ക് ഈ നിയമത്തിൽ നിന്ന് പിന്മാറി. അദ്ദേഹം ഈ നിയമം ഫ്രിഡ്ജിൽ വെച്ചു. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഈ നിയമം നിർത്തലാക്കി. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് പുറത്തു വന്നു. ഇലക്ട്രൽ ബോണ്ട് പുറത്തു വന്നപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് അവിടെ പുറത്തു വന്നിരിക്കുന്നത്. വലിയ കുംഭകോണമാണ് ഉണ്ടായത്. 5000-ഓളം കോടികൾ കുംഭകോണം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇലക്ട്രൽ ബോണ്ടിൻ്റെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത് വലിയ പ്രതിഷേധം മോഡിക്കെതിരായിട്ട് വന്നു. കേന്ദ്ര സർക്കാരിനെതിരായിട്ട് വലിയ പ്രതിഷേധം വരും എന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെ അതിനെ മറികടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമവുമായി വന്ന് നാടിലെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരണഘടന ലംഘനം നടത്തി ഈ നിയമമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ സമരം വിജയിക്കുക തന്നെ ചെയ്യും. കാരണം ഇത് ഭരണഘടനാ ലംഘനമാണ്. പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായിട്ടാണ്. ജാതിയുടെയും മതത്തിൻ്റെ പേരിൽ പൗരത്വം നൽകുക എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയിലില്ല. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ വിരുദ്ധമായിട്ടുള്ള തീരുമാനങ്ങൾ ഒരിക്കലും നിലനിൽക്കൂല. അതിനെതിരായിട്ട് LDF അതിശക്തമായ സമരമാണ് നടത്തുന്നത്. LDF നമുക്കറിയാം, കേരള നിയമസഭയാണ് ആദ്യമായിട്ട് 2019 ഈ നിയമമായിട്ട് വന്നപ്പോൾ കേരള നിയമസഭ ഐക്യകണ്ഠേന, ഇവിടുത്തെ UDF ഇപ്പോൾ സമരത്തിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്. പക്ഷെ അന്ന് UDF കൂടി സഹകരിച്ചിട്ടാണ് നമ്മൾ ഐക്യകണ്ഠേന ഇതിനെതിരായിട്ട് നിയമസഭയിൽ പ്രമേയം പാസാക്കി. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായത് കേരളമാണ്. അപ്പോൾ ആ കേരളത്തിൻ്റെ അതേ നിലപാടിലാണ് ഇപ്പോൾ പിണറായി വിജയനുള്ളത്. അദ്ദേഹം പറഞ്ഞത് പൗരത്വ ഭേദഗതി നിയമം ഈ കേരളത്തിൽ അനുവദിക്കൂല എന്ന് പറഞ്ഞത് തന്നെ ഇത് ഭരണഘടനാ വിരുദ്ധ തീരുമാനമായതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കേരള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരള സർക്കാർ ഇപ്പോൾ പോരാട്ടത്തിലാണ്, തമിഴ്നാട് സർക്കാർ പോരാട്ടത്തിലാണ്. പക്ഷെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഒരു അക്ഷരം ഇപ്പോൾ മിണ്ടുന്നില്ല. കേന്ദ്രത്തിന്റെ നിലപാട് കേരളത്തിന് ചെയ്യാൻ പറ്റും. കേന്ദ്ര ഗവൺമെൻറ് ഈ തെറ്റായ നയം കൊണ്ടുവരുമ്പോൾ സംസ്ഥാന സർക്കാരുകൾ അതിനെ എതിർത്താൽ സ്വാഭാവികമായിട്ടും ആ എതിർപ്പ് ശക്തിപ്പെട്ട ഇപ്പോൾ കൂടുതൽ സംസ്ഥാനങ്ങൾ എതിർത്താൽ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് പിന്മാറേണ്ടി വരും. അത് മാത്രമല്ല, കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യവും നമ്മൾ കേരളത്തിൽ അംഗീകരിക്കില്ല, കേരളത്തിൽ അത് നടത്താൻ അനുവദിക്കില്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും
ആ ഒരു പ്രതീക്ഷ ഉള്ളത് കൊണ്ട് തന്നെയാണ് 2019 ഈ കേരള ഗവൺമെൻറ്റും മുഖ്യമന്ത്രി പിണറായി വിജയനും LDF എടുത്ത ശക്തമായ പോരാട്ടത്തിൻ്റെയും ശക്തമായ പ്രതികരണത്തിൻ്റെയും ഫലമായിട്ടാണ് മോഡി ഗവൺമെൻറ്റിന് പിന്മാറേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പ്രതീക്ഷ ഉള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ജനങ്ങളോട് ഇത് പറഞ്ഞത്. ജനകീയ പോരാട്ടത്തിൻ്റെ മുന്നിൽ എത്ര വലിയ ചക്രവർത്തിയാണെങ്കിലും ജനകീയ പോരാട്ടത്തിന് മുന്നിൽ മുട്ടുമുടക്കിയ രാഷ്ട്രീയ സാഹചര്യമാണ് സ്വാതന്ത്ര്യ സമര ചരിത്രം പോലും പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കാണാൻ സാധിക്കുന്നത്. CAA വിഷയത്തിൽ താങ്കളുടെ നിലപാട് എന്താണ്? എൻ്റെ നിലപാട് എൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാട് തന്നെയാണ് എനിക്കുള്ളത്. CAA വിഷയത്തിൽ INLൻ്റെ നിലപാട് LDFൻ്റെ നിലപാടിനോടൊപ്പമാണ്. LDFൻ്റെ നിലപാട് ഇന്ത്യയിലെ ജനങ്ങളുടെ വികാരത്തിനൊപ്പമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾ, ഞങ്ങളിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന സമര പോരാട്ടങ്ങൾ, അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും ഞങ്ങൾ പിറകോട്ട് പോവില്ല. ചില ആളുകൾ ഇപ്പോൾ പറയുന്നു തെരുവിൽ സമരം ചെയ്തുകൊണ്ട് എന്ത് കാര്യം, കോടതിയിൽ കേസ് നടക്കുന്നുണ്ടല്ലോ, സുപ്രീം കോടതിയിൽ കേസ് നടക്കുമ്പോൾ എന്തിനാ തെരുവിൽ സമരം ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അത്തരം ആളുകൾ ഒന്ന് മനസ്സിലാക്കണം. കാരണം സുപ്രീം കോടതിയുടെ തീരുമാനങ്ങൾ, സുപ്രീം കോടതി വിധികളെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കിയ ഒരു തീരുമാനം കേരള ഗവൺമെൻറ് നടപ്പിലാക്കാതെ എങ്ങനെ ഇരിക്കും എന്ന് ചോദിക്കുന്നത് BJPയുടെ പ്രസ്താവന കടമെടുത്തുകൊണ്ട് UDFും രംഗത്ത് വന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പൗരത്വ വിഷയത്തിൽ BJPക്ക് അനുകൂല നിലപാടാണ് കോൺഗ്രസ് കേരളത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. മലബാറിലെ കുറച്ച് പാർലമെൻറ്റ് മണ്ഡലത്തിൽ നൈറ്റ് മാർച്ചിങ്ങിനെ പേരിന് നടത്തി ചില സ്ഥാനാർത്ഥികൾ പോകുന്നതല്ലാതെ കോൺഗ്രസിൻ്റെ നിലപാട് എന്ത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. BJPയുടെയും കോൺഗ്രസിൻ്റെയും നിലപാട് ഒന്ന് തന്നെയാണ് ഈ കാര്യത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 94 INL രൂപീകരിച്ചത്. അതിനുശേഷം നടന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തന്നെ മഞ്ചേരി അടക്കമുള്ള മുനിസിപ്പാലിറ്റികളിൽ പാണക്കാട് തങ്ങളുടെ വാർഡിൽ പോലും INL വിജയിച്ച ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആ INL അന്ന് മുന്നണിയിലെ ഭാഗമാകാത്തത് കൊണ്ട് തന്നെ INL എന്ന് സ്വാഭാവികമായിട്ടും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എന്നിട്ടും ഈ പ്രസ്ഥാനം പിടിച്ചു നിന്നു. എല്ലാ നേതാക്കളും അധികാരമോഹമുള്ള ഈ പാർട്ടിയിൽ ചേർന്നാൽ ഒരു MLA ആകണം, MP ആകണം, പഞ്ചായത്ത് മെമ്പറാകണം എന്ന് കടന്നു വന്ന ആളുകളൊക്കെ തന്നെ പാർട്ടി വിട്ടുപോയി. ആ കൂട്ടത്തിൽ NLLക്കൊന്നും പാർട്ടി വിട്ടുപോയി. അദ്ദേഹം വളരെയധികം ത്യാഗം ചെയ്ത ഒരു വ്യക്തിയാണ് പാർട്ടിക്ക് വേണ്ടി. പക്ഷേ അദ്ദേഹം നിരാശനായി കുറേ പ്രാവശ്യം അയാൾ തോറ്റു, അയാൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അപ്പുറത്ത് MLA സ്ഥാനം വെച്ച് നീട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അധികാരത്തിന് വേണ്ടി അദ്ദേഹം പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് അദ്ദേഹം മുസ്ലിം ലീഗിലേക്ക് പോയി. ഇപ്പോൾ അദ്ദേഹം മുസ്ലിം ലീഗിൽ MLA ആണ്. പക്ഷേ ഇന്ത്യൻ നാഷണൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പോയിട്ടും ഈ പാർട്ടിയിൽ നിന്ന് പല കൊമ്പന്മാരങ്ങോട്ട് പോയിട്ടും പാർട്ടി ഇവിടെ കാസർഗോഡിൽ അതുപോലെ തന്നെ കേരളത്തിൽ ഇന്ത്യയിൽ പിടിച്ചു നിർത്താൻ ഇന്ത്യൻ നാഷണൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം സാധിച്ചിട്ടുണ്ട്. അന്ന് അവരുണ്ടാകുമ്പോൾ ഒരു മുന്നണിയുടെ ഭാഗമായി മാറിയിരുന്നില്ല. ഇന്ന് ഞങ്ങൾ INL ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ്. മുന്നണിയുടെ ഭാഗമാണ് എന്ന് മാത്രമല്ല, അതിനുശേഷം നടന്ന ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ LDFന് തുടർഭരണം കിട്ടി. അതിൽ INLൻ്റെ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർഗോവിൽ മന്ത്രിയായി 2.5 വർഷക്കാലം നിന്നു. സ്വാഭാവികമായിട്ടും INLന് ഒരു പഞ്ചായത്ത് പോലും മെമ്പർ പോലും ആവാൻ പാടില്ല എന്ന് പരിഹസിച്ച ആളുകൾക്ക് ശക്തമായ മറുപടി നൽകിക്കൊണ്ട് ഈ INLൽ നിന്ന് പോയ ആളുകളെയൊക്കെ തന്നെ നെട്ടിച്ചുകൊണ്ട് INL മുന്നണി പ്രവേശനം നേടുകയും INLൻ്റെ അഹമ്മദ് ദേവർഗോവിൽ മന്ത്രിയാവുകയും ആ മന്ത്രിക്ക് കാസർഗോഡിൻ്റെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്ത ഒരു സാഹചര്യം വരെ ഉണ്ടായി. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമാണ്, വലിയ രാഷ്ട്രീയ വിജയമാണ്. ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇനി വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണ്. ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 5 വർഷക്കാലം നമ്മൾ കേരളത്തിൽ നിന്ന് 19 പാർലമെൻറ്റ് മെമ്പർമാരെയും UDFനെ വിജയിപ്പിച്ചുകൊണ്ട് നമ്മൾ പാർലമെൻറ്റിലേക്ക് അയച്ചു. പക്ഷേ അവർ പാർലമെൻറ്റിൽ എന്ത് ചെയ്തു, അവരുടെ പ്രവർത്തനം വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. കേരളത്തിലെ LDF 20 സീറ്റുകളിലും വിജയിച്ചാൽ ഈ പാർലമെൻറ്റിൽ കേന്ദ്ര സർക്കാരിൻ്റെ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട നിയമം ഇപ്പോൾ നിലവിൽ നിൽക്കുകയാണ്. ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനമായിട്ട് പോവുകയാണ്. ഇനിയൊരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന സംശയത്തിൻ്റെ നിലയിലാണ് ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങൾ. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണി ശക്തിപ്പെടണമെങ്കിൽ കോൺഗ്രസിനെ വിജയിപ്പിച്ചിട്ട് കാര്യമില്ല. കാരണം കോൺഗ്രസ് വിജയിച്ചാൽ നാളെ BJP ആകുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ആൻ്റണിയുടെ മകൻ BJP ആയി, തറവാട്ടുകാരനവറാണ് കോൺഗ്രസിൻ്റെ കരുണാകരൻ്റെ മകൾ BJP ആയി. അങ്ങനെ ഇന്ത്യ രാജ്യത്ത് പരിശോധിക്കുമ്പോൾ നിരവധി മുഖ്യമന്ത്രിമാർ BJP ആയി, MP മാർ BJP ആയി, MLA മാർ BJP ആകുന്നു.
ഇപ്പോൾ ഒരു സംസ്ഥാനത്ത് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP എതിരില്ലാണ്ട് വിജയിപ്പിക്കാൻ ഉള്ള സാഹചര്യം കോൺഗ്രസ് ഒരുക്കി കൊടുക്കുന്നു. ഏത് നിമിഷവും കോൺഗ്രസ് BJP ആകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യ മുന്നണി ശക്തിപ്പെടാൻ, ഇന്ത്യ മുന്നണി LDFൻ്റെ ശക്തമായ പിന്തുണയോടുകൂടി ഭരിക്കാൻ LDF സ്ഥാനാർത്ഥികളെ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണം എന്നുള്ളതാണ് അവസാനമായി വോട്ടർമാരോട് പറയാനുള്ളത്. നമസ്കാരം.